ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം നടന്നത് തന്ത്രി കണ്ഠര് രാജീവരുടെ അനുവാദത്തോടെയാണെന്ന് SIT. തന്ത്രിക്കെതിരെ തെളിവുണ്ട്. തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കുന്നു. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ചുരുക്കത്തിൽ തന്ത്രിയുടേത് ശബരിമലയിൽ മന്ത്രങ്ങളായിരുന്നില്ല, തന്ത്രങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തന്ത്രിയുടെ തന്ത്രങ്ങളിലാണ് ഈ സ്വർണ്ണപ്പാളികൾ, കട്ടളപ്പാളിയാണെങ്കിലും ദ്വാരപാലക ശില്പപാളികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഒരിടത്ത് പോറ്റിയും മറ്റൊരിടത്ത് തന്ത്രിയുമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണോ SIT? തന്ത്രിക്ക് നമ്മുടെ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ കുരുക്ക് മുറുകുകയാണോ ജയശങ്കർ? ഡോക്ടർ അരുൺ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് SITയോട് കൊല്ലം വിജിലൻസ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് SIT കോടതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിലാണ് തന്ത്രിക്കെതിരെ SIT ഈ പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് തന്ത്രിയുടെ അനുജ്ഞ അനുസരിച്ച്, അനുവാദം അനുസരിച്ചാണ് ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും നടന്നതെന്നാണ് SIT വീണ്ടും കോടതിയിൽ ആവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്ത്രിക്ക് ജാമ്യം നൽകരുതെന്നാണ് SIT കോടതിയിൽ പറയുന്നത്. തന്ത്രിക്ക് ഇത്തരത്തിൽ ജാമ്യം നൽകിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതി അറിയിച്ചിട്ടുണ്ട്. തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. ഈ തന്ത്രി പല ഈ നീക്കുപോക്കുകൾക്കും ഒപ്പിട്ടതിൻ്റെ ഉൾപ്പെടെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് SIT പറയുന്നു. ഒപ്പം തന്നെ തന്ത്രിക്ക് അവിടുത്തെ എല്ലാ ഇടപാടുകളെക്കുറിച്ചും ധാരണയുണ്ടായിരുന്നു. തന്ത്രിയെ അറിയിച്ച് തന്ത്രിയുടെ അനുജ്ഞയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും നടത്തിയത്. അതുകൊണ്ട് തന്നെ തന്ത്രിക്കെതിരെ തെളിവുണ്ട്. തന്ത്രിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന ഒരു കൃത്യമായ റിപ്പോർട്ടാണ് SIT സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞൊരു മറ്റൊരു കാര്യം തന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. പക്ഷേ തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് SIT കോടതി അറിയിച്ചിരിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ഒക്കെ സപ്പോർട്ടിങ്ങോടുകൂടിയാണ് കോടതിയിൽ ഈ വാദം SIT ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ സുപ്രീം കോടതി മാനദണ്ഡ പ്രകാരമുള്ള എല്ലാ ചികിത്സയും സർക്കാർ ആശുപത്രിയിൽ തന്ത്രിക്ക് നൽകുന്നുണ്ട് എന്നും SIT വ്യക്തമാകുന്നു. അങ്ങനെ തന്ത്രിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നാണ് SIT പറയുന്നത്. തിങ്കളാഴ്ച തന്ത്രിയുടെ കട്ടിലപ്പാളി ദ്വാരപാലപ്പാളി കേസിലെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ഇത്ര സ്ട്രോങ് ആയ SITയുടെ റിപ്പോർട്ടുള്ള സാഹചര്യത്തിൽ തന്ത്രിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. സ്വാഭാവിക ജാമ്യം തന്ത്രിക്ക് ലഭിക്കണമെങ്കിൽ ഇനിയും മാസങ്ങൾ എടുക്കും. അതുകൊണ്ട് തന്നെ തന്ത്രി ഉള്ളിൽ തന്നെ കിടക്കുമെന്നാണ് SITയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കൃത്യമായ തെളിവുകളുമായാണ് SIT തന്ത്രിക്കെതിരെ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മൾ കണ്ടതുപോലെയും അറിഞ്ഞതുപോലെയും ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. ചില വിഗ്രഹങ്ങളെ ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ വീണങ്ങ് കുടയുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാത്ത ഒന്നാണ് തന്ത്രിക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് എന്നുള്ളത്. താന്ത്രികമായിട്ട് നോക്കിയാൽ, തന്ത്ര സമുച്ചയപ്രകാരം നോക്കിയാൽ തന്നെ ഈ ദേവന്റെ പിതാവിൻ്റെ സ്ഥാനത്താണ്. എന്നിട്ടാണ് ഈ തന്ത്രി ഈ പണി ചെയ്തതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ആഘാതമുണ്ടാക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ച്. തന്ത്രിയാണ് ഇതിലെ മുഖ്യ സൂത്രധാരൻ, കൂറ്റിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനും നടത്തിപ്പുകാരനും എന്ന് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2.5 കോടി രൂപയൊക്കെ ഒരു സ്വകാര്യ സ്ഥാപനത്തെ കൊണ്ട് ഓരോ വർഷവും ഇടാനുള്ള ശേഷി ഈ തന്ത്രിക്ക് എങ്ങനെ വന്നു? എന്നിട്ട് ആ ബാങ്ക് അടച്ചുപൂട്ടി പോകുമ്പോൾ 2.5 കോടി രൂപ നഷ്ടപ്പെട്ടപ്പോൾ ഒരു വൈകാരികമായ പ്രതികരണവും ഇല്ലാതെ, ഒരു പരാതിയും ഇല്ലാതെ എങ്ങനെ തന്ത്രി ഇരുന്നു? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇന്ന് വരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക.